Dear students, now I wish to discuss advantages of tunnels compared to alternate routes. In the areas of snowfall, freedom from snow and iceberg hazard. സ്നോഫാൾ ഉള്ള സ്ഥലത്ത് ഐസ്ബർഗ് ഹസാർഡിൽ നിന്നൊക്കെ ഫ്രീ ആണ്. നമുക്ക് ടണൽസ് ഇവിടെ പോകാൻ പറ്റുകയാണ്. ഉണ്ടോ ഐസ്ബർഗ് വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ഹസാർഡിന് ടണലുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ഡ്യൂ ടു റിഡക്ഷൻ ഓഫ് ദി ഡിസ്റ്റൻസ് ഓവറോൾ കോസ്റ്റ് വിൽ ബി ലെസ്. അല്ലേ? ഇത് ഡിസ്റ്റൻസ് കുറയുന്നതുകൊണ്ട് നമുക്ക് ഓവറോൾ കോസ്റ്റ് ആൻഡ് ടൈമും ലാഭമാണ്. ഈസിയർ ഗ്രേഡിയൻസ് ക്യാൻ ബി പ്രൊവൈഡ്. നമുക്ക് ഈസി ആയിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ഗ്രേഡിയൻസ് പ്രൊവൈഡ് ചെയ്യാം. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, പക്ഷേങ്കിൽ അത് അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ റിഡക്ഷൻ ഇൻ മെയിൻ്റനൻസ് കോസ്റ്റ്. അവോയ്ഡ്സ് ഇൻ്റർഫറൻസ് വിത്ത് സർഫസ് എയർ സർഫസ് എയർ റൈറ്റ്സ്. എയറുമായിട്ടുള്ള ഇൻ്റർഫറൻസ് കുറവാണ്, അതുകൊണ്ട് തന്നെ സർഫസിലുള്ള എയറുമായിട്ടുള്ള അപ്പോൾ പൊല്യൂഷൻ കുറയും, അതുപോലെ സർഫസ് ട്രാഫിക്കും കുറയും. ദ മൂവ്മെൻറ്റ് ഓഫ് ട്രാഫിക് ഈസ് മോസ്റ്റ് കമ്പനി വിത്ത് ഹൈ സ്പീഡ്. സ്ട്രൈറ്റ് ആയതുകൊണ്ട് ഹൈ സ്പീഡ് ട്രാഫിക് പോസിബിളാണ്. സ്ട്രൈറ്റ് നല്ല കണ്ടീഷൻ റോഡായതുകൊണ്ട് ഹൈ സ്പീഡ് ട്രാഫിക് പോസിബിളാണ്. അധിക സ്ഥലത്തും സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും, കർവൊക്കെ കുറവായിരിക്കും. അപ്പോൾ ട്രാഫിക് ഒന്നുകൂടി ഈസിയാണ്. കർവ്സും എലിവേഷൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ട്. സൂപ്പർ എലിവേഷൻ പഠിച്ചില്ലേ? കർവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ട്രൈറ്റ് ആയിരിക്കും. അപ്പോൾ സ്ട്രൈറ്റ് ആയതുകൊണ്ട് ഹൈ സ്പീഡ് പോസിബിളാണ്. ഇനി അടുത്തത് ടണൽ ലൈനിങ്സ്. ടണൽ ലൈനിങ്സ് പറഞ്ഞാൽ ടണൽ ലൈനിങ് ഈസ് ദ വാൾ ഓഫ് ദി ടണൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് സെഗ്മെൻറ്റ്സ് വിച്ച് ഫോം റിങ്സ്. ടണൽ ലൈനിങ്സ് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നത്. ഇത് സാധാരണ പ്രീകാസ്റ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആണ് ഉണ്ടാവുക. കാസ്റ്റ് അയൺ ലൈനിങ്സ് ആൻഡ് സ്റ്റീൽ ലൈനേഴ്സ് ആർ ഓൾസോ യൂസ്ഡ്. ഇതിനകത്ത് ബ്രിക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റ് അയണിൻ്റെ മെറ്റൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ലൈനിങ്സും ഉണ്ട്. ദ ടണൽസ് ലൈനിങ് ഈസ് ദ വാൾ ഓഫ് ദി ടണൽ. ടണൽ ലൈനിങ് പറഞ്ഞാൽ ഉദ്ദേശിച്ച ഈ സംഭവമാണ്, ഈ വാൾ, ഈ കർവ് ചെയ്തിരിക്കുന്ന ഈ വാൾ. ഒബ്ജക്ട്സ് ഓഫ് ടണൽ ലൈനിങ്സ്. സ്ട്രെങ്തനിങ് ദി സൈഡ്സ് ആൻഡ് റൂഫ്സ് ടു വിത്ത്സ്റ്റാൻഡ് പ്രഷർ. അത് റൂഫ്സിന് സൈഡിന് സ്ട്രെങ്തൻ ചെയ്യും. ആൻഡ് പ്രിവെൻറ്റ് ദി ടണൽ ഫ്രം കൊളാപ്സിങ്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് ഉള്ള പാറകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വീഴുന്നത്, സോയിലൊക്കെ വീഴുന്നത് അത് പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രൊവൈഡ് ദി കറക്റ്റ് ഷേപ്പ് ആൻഡ് ക്രോസ് സെക്ഷൻ ടു ദി ടണൽ. അതുള്ളതുകൊണ്ടാണ് കറക്റ്റ് ഷേപ്പും ക്രോസ് സെക്ഷനും കിട്ടുന്നത്. അല്ലെങ്കിൽ അൺഈവനായിരിക്കും. ഇതുള്ളതുകൊണ്ടാണ് ഈവനായിട്ടുള്ള സർഫസ് കിട്ടുന്നത്. ചെക്കിങ് ദി ലീക്കേജ് ഓഫ് വാട്ടർ ഫ്രം ദി സൈഡ്സ് ആൻഡ് ടോപ്പ്. മുകളിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ വരുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. വാട്ടറിൻ്റെ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യുന്നു ഈ സൈഡ്സിലുണ്ട്. ഇനി കോമൺ ക്രോസ് സെക്ഷൻ യൂസ്ഡ് ഫോർ ടണൽസ് ആണ്. അതിനകത്ത് സർക്കുലർ ഷേപ്പ് ഉണ്ട്, ഓവൽ റേക്ക് ഷേപ്പ് ഉണ്ട്, എലിപ്റ്റിക്കൽ ഷേപ്പ് ഉണ്ട്, പിന്നെ ഹോഷു എന്ന് പറഞ്ഞ ഷേപ്പുണ്ട്. അത്രയാണ് ഉള്ളത്. അതിനകത്ത് നമുക്ക് ഒന്നാമത്തെ സർക്കുലർ നോക്കാം.
അതിന് മുമ്പ് ഞാൻ ടണൽ ലൈനിങ്ങിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ടണൽസ് ഇൻ ലൂസ് റോക്ക് ആൻഡ് സോഫ്റ്റ് സോയിൽസ് ആർ ലയബിൾ ടു ഡിസിൻറ്റഗ്രേറ്റ്. ലൂസ് സോയിലും റോക്കിലും അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ കുറഞ്ഞിട്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. ലൈനിങ് ഈസ് പ്രൊവൈഡഡ് ടു സ്ട്രെങ്തൻ ദെയർ സൈഡ്സ്. അതുകൊണ്ട് ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ സൈഡ്സും റൂഫും സ്ട്രെങ്തൻ ചെയ്യാനാണ്. സോ ആസ് ടു പ്രിവെൻറ്റ് ദം ഫ്രം കൊളാപ്സിങ്. അതിനെ കൊളാപ്സ് ചെയ്തതിന് പ്രിവെൻറ്റ് ചെയ്യാൻ. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലൈനിങ്സ് ആർ ആസ് ഫോളോസ്. ഒബ്ജക്റ്റീവ്സ് താഴെ പറയുന്നതാണ്: സ്ട്രെങ്തനിങ് ദ സൈഡ്സ് ആൻഡ് റൂഫ്, പ്രൊവൈഡ് കറക്റ്റ് ഷേപ്പ് ആൻഡ് ക്രോസ് സെക്ഷൻ ടു ദി ടണൽ, ചെക്കിങ് ലീക്കേജ് ഓഫ് വാട്ടർ, ബൈൻഡിങ് ലൂസ് റോക്ക്, റെഡ്യൂസിങ് മെയിൻ്റെനൻസ് കോസ്റ്റ് ഓഫ് ദി ടണൽ. അതൊക്കെയാണ് മെയിൻ കോസ്റ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർക്കുലാർ, എഗ് ഷേപ്പ്ഡ്, ഹോഴ്സ്ഷൂ എന്നാണ്. എലിപ്റ്റിക്കലും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം സർക്കുലാർ. ദിസ് ടൈപ്പ് ഓഫ് സെക്ഷൻ ഓഫേഴ്സ് ഗ്രേറ്റർ റെസിസ്റ്റൻറ്റ് ടു എക്സ്റ്റേണൽ പ്രഷർ. ഇത് സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രേറ്റർ റെസിസ്റ്റൻറ്റ് ടു എക്സ്റ്റേണലിൽ നിന്ന് വരുന്ന മണ്ണിൻ്റെയും റോക്കിൻ്റെയും ഒക്കെ പ്രഷറിന് നല്ലപോലെ റെസിസ്റ്റ് ചെയ്യും ടു എക്സ്റ്റേണൽ പ്രഷർ. ഇഫ് ഗ്രൗണ്ട് ഈസ് ഹൈലി അൺസ്റ്റേബിൾ സച്ച് ആസ് സോഫ്റ്റ് ക്ലേ ഓർ സാൻഡ്, ഇറ്റ് ഈസ് നെസസറി ടു യൂസ് സർക്കുലർ സെക്ഷൻ. സോഫ്റ്റ് ക്ലേയും സാൻഡൊക്കെ ആണെങ്കിൽ സർക്കുലർ സെക്ഷനാണ് നല്ലത്. ദിസ് വൺ. ഇനി അടുത്തത് ഓവലാണ്. ഓവൽ, ദി സെക്ഷൻ ഓവൽ ഓർ എഗ് ഷേപ്പ്, എഗ്ഗിൻ്റെ ഷേപ്പുള്ള ദി സെക്ഷൻ ഹാവ് നാരോ ക്രോസ് സെക്ഷൻ ഓഫ് അറ്റ് ബോട്ടം. ദേ ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ക്യാരിയിങ് സീവേജ്. ഇത് സെക്ഷൻ ഹാവ് നാരോ ക്രോസ് സെക്ഷൻ അറ്റ് ദി ബോട്ടം. താഴെ നാരോ ക്രോസ് സെക്ഷനാണ് ഉണ്ടാകുന്നത്. ദേ ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ക്യാരിയിങ് സീവേജ്. വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്നതാണ് നല്ല സ്യൂട്ടബിൾ ആണ്. They maintain self-cleaning velocity of flow of sewage both in dry and rainy season. ഇത് സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടി ഉണ്ട്, ഒറ്റയ്ക്ക് തന്നെ അങ്ങ് നീങ്ങി പോയിക്കോളും. They resist external as well as internal pressure due to their circular walls. സർക്കുലർ വാൾ കൊണ്ട് അത് ഇൻറ്റേർണലും എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷർ അത് റെസിസ്റ്റ് ചെയ്യും. ദീസ് സെക്ഷൻ ഓഫ് ടണൽസ് ആർ ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട്. ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഇത് ഈ ഷേപ്പാണത്, എഗ് ഷേപ്ഡ്. ആണത് എഗ് ഓർ ഓവൽ ഷേപ്ഡ്. ഈ സംഭവം എഗ് ഓർ ഓവൽ ഷേപ്ഡ്. ഓവൽ ഷേപ്ഡ്. ഇനി അടുത്തത് എലിപ്റ്റിക്കൽ ഷേപ്പ് ടണൽ. യൂസ്ഡ് ഇൻ ഗ്രൗണ്ട് കമ്പയർ ടു റോക്ക്. ഗ്രൗണ്ടിലാണ് യൂസ് ചെയ്തതിന് ഇത് റോക്കിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും. ദീസ് ടണൽ സെർവ് ആസ് വാട്ടർ സീവേജ് കണ്ടീഷൻ. ഇതും വേസ്റ്റ് വാട്ടറിൻ്റെ ഇത് സീവേജിന് നല്ല സ്യൂട്ടബിൾ ടണലാക്കി യൂസ് ചെയ്യാൻ പറ്റും. ദ സ്മോൾ ക്രോസ് സെക്ഷൻ അറ്റ് ദി ബോട്ടം മെയിൻറ്റെയിൻസ് ഫ്ലോ അറ്റ് ദി റിക്വേർഡ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി. സ്മാൾ ഇതിങ്ങനെ എലിപ്റ്റിക്കലായിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് വരുന്നതുകൊണ്ട് ഇവിടെയുള്ള വെലോസിറ്റി കൊണ്ട് തന്നെ സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിനകത്ത്. സ്മാൾ ക്രോസ് സെക്ഷൻ അറ്റ് ദി ബോട്ടം, ചെറിയ ക്രോസ് സെക്ഷനാണ് ബോട്ടം ഉള്ളത്, അതുകൊണ്ട് തന്നെ സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിനകത്ത്. ബോട്ടം മെയിൻറ്റെയിൻസ് ഫ്ലോ അറ്റ് ദി റിക്വേർഡ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി. ബിക്കോസ് ഓഫ് their narrow base they are not used as traffic tunnels. ഇത് ട്രാഫിക് ടണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. മുമ്പ് പറഞ്ഞ പോലെ എഗ് ഷേപ്പ്ഡിൻ്റെ ഓവൽ ഷേപ്പ്ഡിൽ പറഞ്ഞ പോലെ ഇതും സീവേജ് ആണ് സ്യൂട്ടബിൾ. അടുത്തത് ഹോഴ്സ്ഷൂ. അതിനകത്ത് എലിപ്റ്റിക്കലിനകത്ത് വരുന്ന ഇതാണ്. ഇതുകൊണ്ട് തന്നെ സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ കുനിഞ്ഞ് വരുന്നതുകൊണ്ട് ഇതിന് രണ്ടിനും സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടിയാണ്, സീവേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഹോഴ്സ്ഷൂ. ഹോഴ്സ്ഷൂ ഷേപ്പ്ഡ് പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ദേ ആർ കോമൺലി യൂസ്ഡ് ഫോർ റോക്ക് ടണൽ. റോക്കിൽ യൂസ് ചെയ്യുന്ന ടണൽസ് ആണ്. ദീസ് ഷേപ്പ് കൺസിസ്റ്റ് ഓഫ് ഹൊറിസോണ്ടൽ റൂഫ് ടുഗെദർ വിത്ത് ആർച്ചസ്, സൈഡ്സ് ആൻഡ് എ കർവ്ഡ് ഇൻവേർട്ട്. ഈ ഷേപ്പ് കൺസിസ്റ്റ് ഓഫ് ഹൊറിസോണ്ടൽ റൂഫ്. പിന്നെ ഹൊറിസോണ്ടൽ റൂഫ് ഉണ്ട്. മുകളിൽ കർവാണെങ്കിൽ ഇവിടെ ഒരു റൂഫ് ഹൊറിസോണ്ടലാണ്. ടുഗെദർ വിത്ത് ആർച്ച്ഡ് സൈഡ്സ് ആൻഡ് എ കർവ്ഡ് ഇൻവേർട്ട്. സൈഡ്സ് ആർച്ചിൻ്റെ പോലെ അങ്ങനെ, മുകളിൽ മാത്രം ഹൊറിസോണ്ടലാണ്.
they are most popular as traffic tunnels for road and railway routes. Most popular for traffic tunnels for roads and they are most popular as traffic tunnels for road and railway routes. ഇത് ട്രാഫിക്കിന് യൂസ് ചെയ്യും, റോഡിനും റെയിൽവേക്കൊക്കെ യൂസ് ചെയ്യും. ദേ ആർ ആൾസോ ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട്, വെരി ഡിഫിക്കൽട്ട് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഇതായി കാണുന്നതാണ് ഹോഴ്സ്ഷൂ. ഹോഴ്സ്ഷൂ ഹോഴ്സ്ഷൂ The shape consists of horizontal roof together with arched sides and curved inward. ഹോഴ്സ്ഷൂവിനെ പോലെ ഹോഴ്സ്ഷൂ, ഇതിനകത്ത് ഇതിൻ്റെ ടോപ്പ് ഷേപ്പ് കൺസിസ്റ്റ് ഹൊറിസോണ്ടൽ റൂഫ് ഹൊറിസോണ്ടലാണ്. ദേ ആർ മോസ്റ്റ് പോപ്പുലർ ആസ് ട്രാഫിക്, ഇത് റെയിൽവേക്കും ട്രാഫിക്കിനും യൂസ് ചെയ്യുക. ദേ ആൾസോ ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൽട്ട് കൺസ്ട്രക്ഷനാണ്. That's all about today's presentation. Thank you.